ആ എന്തുവായി കാണിക്കുന്നത്? ബേജാനിന് അടച്ച തെറ്റായതുകൊണ്ടല്ലേ ഇത് കേടായി പോയത്? എന്ത് പറ്റി? ഇത് കണ്ടോ, ഇത് കട്ടായി പോയത്. ഓ ആ ഒരെണ്ണം പോയെങ്കിൽ വേറെ. ഹായ് ഗൈസ്, അങ്ങനെ ചക്കുനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ചക്കു എനിക്ക് നല്ലൊരു പണി തന്നായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലതായിട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ബാക്കിൽ കുറച്ച് പോയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക കേട്ടോ. ഇത് ഭർത്താക്കന്മാരുടെ അടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പം ഇതെന്തിനാ, ഇതൊരു വെള്ളം പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. അതിനാണ് മൈസെല്ലർ വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ മറ്റേ NS പോലെ ഇരിക്കുന്നൊരു സാധനം കേട്ടോ. ഈ സാധനം ക്ലീൻ ചെയ്യാൻ ഇത് വെള്ളം ഉപയോഗിച്ചാൽ പോരെ? അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണോ? ഓക്കെ. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പോകണം. ഉണ്ട് ഇങ്ങനത്തെ ഒരു കോട്ടണിൽ ഇത് കുറച്ച് എടുക്കുക, കുറച്ച് എടുത്ത് ഫുള്ള് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. എന്തെങ്കിലും ചെളിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എല്ലായിടത്തും നല്ലതായിട്ട് പുരട്ടുക. ഇത് മേക്കപ്പിൻ്റെ ആദ്യത്തെ ഒരു ചെറിയ കർമ്മം പോലെയാണ് ചെയ്യുന്നത്. ഇത് ആദ്യം എല്ലാവരും ഇതിങ്ങനെ തേക്കാറുണ്ട് കേട്ടോ. വെള്ളം ഞാൻ തല വെച്ച് കൊടുത്തോണ്ടാണ് ചക്കു സമ്മതിച്ചത്. അപ്പം നിങ്ങളെ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചാൽ മതി, ചിലപ്പോൾ അവർ സമ്മതിക്കും. ഇനി അടുത്ത നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ചെറുതായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എടുക്കുക. ഒന്ന് പതുക്കെ വിത്ത് വരയ്ക്കുന്ന പോലെ അങ്ങനെയായിട്ട് നല്ലതായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം തേച്ചാൽ നല്ലതായിട്ട് അങ്ങ് പറ്റി പിടിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തിനോ വേണ്ടി ഇതിങ്ങനെ ചെയ്തു, ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് വഴി അങ്ങ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. എല്ലാ പുരുഷന്മാരെയും കണ്ടുപിടിക്കാം. പക്ഷെ ഇതൊരു സ്ഥിരമായി ചെയ്യണമെന്ന് നിർബന്ധമില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ലോക്ക്ഡൗണിൽ നിങ്ങൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ, ലോക്ക്ഡൗണിൽ എല്ലാവരും ബോറടിച്ചിരിക്കുകയല്ലേ, വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുത്താൽ ഭാര്യയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റും. ഇങ്ങനെന്താ ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ക്ലീൻ ചെയ്തു. നമ്മുടെ മറ്റേ ആ സലൈൻ പോലെ ഇരിക്കുന്ന ഒരു വെള്ളമല്ലേ, അതിട്ട് ക്ലീൻ ചെയ്യണം, മൈസെല്ലർ വാട്ടർ. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ അതെല്ലാം കോട്ടൺ ഇട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം തേക്കണം. മോയ്സ്ചറൈസിങ് ക്രീം തേച്ചതിന് ശേഷം അതിന് ലിപ് ബാം ഒക്കെ അടിച്ച് സെറ്റപ്പൊക്കെ വെക്കുക. ഇത് അടിച്ചു കൊടുത്ത് ഇതാണ് ബേസായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ചെടുത്തിട്ട് നമ്മളിതുണ്ട് ഉണ്ടോ, കുറച്ചെടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് അല്ലേ, ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒത്തിരി ചിരിക്കാതെ അവസാനം ചിലപ്പം കരണ്ടായിട്ട് വരും. ഇതൊന്ന് മാറ്റിക്കാം, മുടി ഒന്ന് മാറ്റാം. ഒരു മിനിറ്റ് ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ അടിച്ചടിച്ച് ഇങ്ങനെ വെച്ചാൽ മതി. ഒത്തിരി വലിച്ച് തേക്കണ്ട. ചക്കു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒപ്പി കൊടുത്തും വലിച്ച് തേക്കണ്ട. തേച്ച് കഴിയുമ്പം അതിങ്ങനെ വല്ലാത്ത സ്പ്രെഡായിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പി കൊടുക്കുമ്പോൾ ഒന്ന് സ്പ്രെഡ് എല്ലാം നല്ല ഈക്വലി സ്പ്രെഡാവും. അപ്പോൾ നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നു.
കറക്റ്റ് ഇരിക്കണ്ട, കാരണം നമ്മളെല്ലാം വെളുക്കുമ്പം ഒരുപോലാണോ വെളുത്തേന്നൊന്ന് നോക്കണം. എല്ലാം തുടച്ചാളാ. ഇല്ല, കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനത് അവസാനം കുറച്ച് കറുപ്പൊക്കെ അടിച്ച് ഈ അവസാനം നമുക്ക് ഷെയ്ഡിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റപ്പ് ആക്കും. കഴുത്തിലൂടെ നമുക്ക് തേക്കാം. ഇപ്പം കഴുത്തിലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എല്ലാം തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം ഇച്ചിരി വെളുത്തെന്ന് തോന്നും, പക്ഷെ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതാണ് കൺസീലർ എന്ന് പറഞ്ഞ്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഫോട്ടോ റെഡി ഇൻസ്റ്റാ ഫിക്സ് എന്ന്. അതായത് ഫോട്ടോ റെഡി ഇൻസ്റ്റാ ഫിക്സ്. അതായത് നമ്മൾ നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഫോട്ടോയിൽ കണ്ട പോലെ ആക്കി തരുമെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഫോട്ടോ റെഡി ഇൻസ്റ്റാ ഫിക്സ്. ഇത് കൺസീൽ ചെയ്യാൻ വേണ്ടിയാണ്. പാടുകളൊക്കെ ഈ കണ്ണിൻ്റെ അടിയിൽ ഹൈ പോയിന്റ്സ് ഒക്കെ ശരിയായി സെറ്റപ്പ് ആക്കുന്നൊരു സാധനമാണ്. ഇതെങ്ങനെ അങ്ങ് തേച്ചാൽ മതിയല്ലോ അല്ലേ? ഇവിടെ കുറച്ച് മൂക്കിൻ്റെ ഈ ഹൈ പോയിന്റ്സിൻ്റെ ഇവിടെ ഇച്ചിരി വപ്പ് കടിച്ച് ചുണ്ടിൻ്റെ ഇവിടെ, പിന്നെ താടിയുടെ മേളിൽ, കണ്ണിൻ്റെ ഇത് ഇവിടെ താഴെ, ഇത്രയൊക്കെ നമ്മൾ ചെയ്താൽ മതിയായിരിക്കും. കൺസീലിങ് ചെയ്ത് കൺസീലിൽ ഇവിടെ ഇടാം. ഇവിടെ ഇതല്ലേ മറ്റേ അങ്ങനെ നമ്മൾ ഇത് മറ്റേ കൺസീലറൊക്കെ അടിയിൽ തേച്ചു, ഹൈ പോയിൻറ്റ്സിലൊക്കെ തേച്ച് ചെറുതായിട്ട് ഇതിലൊക്കെ തേച്ച് അങ്ങനെ ശരിയാക്കി. ഇനിയും ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും ഞാൻ ഈ പാർട്ടില്ലേ ആ പാർട്ട് ശരിക്കും പറഞ്ഞാൽ അത് നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ തെളിഞ്ഞു വരാൻ വേണ്ടി. അതിൻ്റെ പേര് എനിക്കറിയില്ല. കോണ്ടൂറിങ് അല്ലേ? കോണ്ടൂറിങ് ചെയ്യാൻ വെച്ച് ഞങ്ങളുടെ അതിൻ്റെ ഉള്ള സാധനമില്ല. അതിന് പകരം ഞാൻ ജസ്റ്റ് ഐബ്രോയുടെ ചെറിയൊരു ബ്രൗൺ ടിഞ്ച് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഗിരിഗിരിച്ചാണ് അടിച്ചു കൊടുക്കാം. എനിക്കറിയില്ല. നീ വാ, ഞാൻ നിന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും. ഇതിനേക്കാളും നല്ല മറ്റേത്. നീ ഇങ്ങനെ ഇങ്ങനെ തേച്ചോണ്ടിരുന്ന ഞാനിങ്ങനെ പിന്നെ ഞാൻ ഇത് കാജലിടാൻ പോണ. ഇതെന്തോ മുടി ഞാൻ മാറ്റ. നീ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കുക.
ഇനിയാണ് നമ്മൾ ഏതാണ്ട് കുറച്ചുകൂടെ മണിക്കൂർ നിൽക്കും പറ. റൈസ് ഇത് ഐജല്ലാണ്, ഐജല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാൻഡി ഇത് കുറച്ചുകൂടെ മണിക്കൂർ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യണം. അതിന് ലൈറ്റായിട്ട് വരച്ച് 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 വലിക്കല് 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 വലിക്കല്. ആ ഓക്കെ, ബെൻഡായി. സൂപ്പർ. അനക്കല്ല അനക്കല്ല വന്ന് കിട്ടി 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 കിട്ടാണ്ട് വലിക്കരുത്. എന്നിട്ട് ഇനി എന്ത് ചെയ്യണ്ടേ? കണ്ണ് വെട്ടിക്കാതെ നോക്കാതെ നീ ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. അങ്ങനെ അവസാനമായി നമ്മൾ സാൻഡിയുടെ ലിപ് ലൈനിങ് ചെയ്യാണ്. ഞാൻ അകത്തടിക്കണം. ലിപ്സ്റ്റിക് അല്ലേ? എവിടെ എവിടെ? കുറച്ച് വെളിയില്ല. ഇച്ചിരി വെളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇച്ചിരി വെളിയിൽ പോയാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് അടച്ചത് തെറ്റായതോ നല്ലത് കേടായി പോയത്. അത് ഞാൻ ചെയ്തു തന്നോളാം, മാറിപ്പോ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചെയ്യും. അതറിയാതായതാ? ഇട്ട് വെച്ചാണ്? നീ വെച്ചാണ്? ഉറക്കം വരണോ? ലിപ്സ്റ്റിക് ഞാൻ ചെറുതായിട്ട് ഇതാക്കിയത്. ഗൈസ്, അങ്ങനെ അവസാനമായി ഞങ്ങൾ ഇതേണ്ട മുടിയൊക്കെ സുന്ദരിയാക്കാൻ പോകുന്നത്. മതി കഷണ്ടി ഉണ്ടെങ്കിൽ തന്നെ കുറച്ചിങ്ങനെ സൈഡിലോട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ തയ്യാർ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഒന്ന് വലിച്ചു പിടിക്കും. എന്ത് ചിരിക്കുന്നേ? നിന്നെ ഞാൻ ചെയ്യട്ടെ. ഈ ബാല് ഈക്വലായിട്ട് വരുമോന്ന് അറിയത്തില്ല. ഞാൻ അത്രയും പ്രൊഫഷണൽ അല്ല. ഇവിടെ ഇച്ചിരി കട്ടിക്ക് വേണമെന്ന് ആരണ്ട് പറഞ്ഞിട്ട്. ഐലൈനർ ഞാൻ എവിടെ ഐലൈനർ എവിടെ യൂസ് ചെയ്യുന്ന? കണ്ടോ ഇത് കണ്ടോ? തുടച്ചു തരുമോ?